എങ്ങനെയുണ്ടായിരുന്നു? നല്ല സൂപ്പറായി ചെയ്യാൻ പറ്റും, സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. എന്തോ ഒരു സുഖം. ആ ആ സുഖം ആ നമ്മുടെ ഉള്ളിലുള്ള ആവശ്യമില്ലാത്തതൊക്കെ നമ്മളെ അതൊക്കെ പോകുമ്പോ ഭയങ്കര സുഖമായിരിക്കും. അതെല്ലാവർക്കും എത്താൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. താങ്ക് യു നന്നായി ചെയ്യാൻ പറ്റുമോ? നന്നായി ചെയ്യാൻ പറ്റി. സൂപ്പർ ആയിരുന്നു. നന്നായി ചെയ്യാൻ പറ്റി. നല്ലൊരു ബ്ലെസ്സിങ് ഫീലിംഗ് വന്നു. ഓക്കെ, താങ്ക് യു. നിങ്ങള് ഇതിങ്ങനെ എത്രയും ഇതായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതിന് കാരണമായ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാനും അതുമൂലം നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാപ്പ് കൊടുക്കുക. ഇത് നമ്മൾ ശീലിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ആ പ്രശ്നത്തിനുള്ള എനർജി നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നില്ലല്ലോ. അപ്പൊ നിൽക്കാതിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിപ്പെടില്ല. നമ്മൾ അറിയില്ലല്ലോ നമുക്ക് എന്തൊക്കെ കാർമ്മിക ദോഷങ്ങളാണെങ്കിൽ നമ്മുടെ ഉള്ളില് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ സോളിൽ എന്തൊക്കെ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് അറിയില്ല. അത് നമ്മളിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്തായിരിക്കും നമ്മളത് ഫേസ് ചെയ്യേണ്ടി വരിക. അപ്പൊ നമ്മൾ മുൻകൂട്ടി ചെയ്യുക, കാഠിന്യം കുറയ്ക്കുക. നമ്മളെല്ലാവരും ഇവിടേക്ക് വന്നിരിക്കുന്നത് ഓരോ ജീവിത പാഠപുസ്തകങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വീണ്ടും വീണ്ടും എഴുതി ചേർക്കാതിരിക്കുക, കിട്ടുന്നതിനൊക്കെ അനുഭവിക്കുക, മാറ്റുക, പോവുക. ജീവിതത്തെ ആനന്ദിപ്പിച്ചു നടക്കുക. അല്ല, അപ്പൊ കർമ്മയുടെ ക്ലാസ് പങ്കെടുത്തവർക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ഫുള്ളായിട്ട് ആദ്യം തൊട്ട് കേട്ടപ്പോ നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യണേക്കാൾ കൂടുതൽ നമ്മൾ ആദ്യം തൊട്ട് ഇങ്ങനെ സ്റ്റെപ്പ് വൺ ആയി കേൾക്കുമ്പോഴുള്ള ആ ഒരു മാറ്റം മനസ്സിലാവുന്നില്ലേ? എല്ലാ ഫീൽഡും ടച്ച് ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ ഇത് പ്രത്യേകത തോന്നിയത്. അതെ, ബിജോയ് ആണ് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നത്. വെരി നൈസ്. താങ്ക് യു. ടീച്ചറാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ട് ഇപ്പൊ അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. ശരിക്കും നന്നായി ഫീൽ ചെയ്യാൻ പറ്റി. എല്ലാ മേഖലയും തൊട്ട് കടന്നുപോയി എന്നുള്ളതാണ്. വലിയൊരു അനുഗ്രഹമായി തോന്നി അങ്ങനെ ചെയ്യാൻ പറ്റിയത്. ഓക്കെ. നിങ്ങളെ അഭിപ്രായം പറയുമ്പോഴല്ല എനിക്കും ഒരു സന്തോഷം. ഞാൻ ചെയ്തു കൊടുത്തതിന് നിങ്ങൾക്ക് അതിനൊരു ഗുണം ഉണ്ടായി എന്ന് തോന്നുമ്പോ സന്തോഷം ഉണ്ടാവല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചത്. അതെ, നല്ലൊരു അനുഭവമായിരുന്നു. ശരിക്കും ഫീൽ ചെയ്തു. മാഡത്തിന്റെ പിന്നെ ഗൈഡിങ് വളരെ ഫീലിംഗ് തരുന്ന രൂപത്തിലുള്ളതായിരുന്നു. വളരെ ലോയില് നമുക്കത് ഒക്കെ മനസ്സ് കാണാൻ പറ്റി എന്നുള്ളതാണ്. അതിനുള്ള ടൈം പറ്റി. വളരെ നന്നായിരുന്നു. സന്തോഷം. പിന്നെ ആർക്കെങ്കിലും മാം ഹീൽ ചെയ്ത് ഞങ്ങളുടെ ഓർമ്മശക്തി കൂട്ടും. അത് ശരി. പിന്നെ എനിക്ക് നല്ല പണി തരും. എനിക്ക് തന്നെ പണി തരുവാണ് അല്ലേ? അത് നന്നായി. നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോ വീണ്ടും നിങ്ങൾ എനിക്ക് പണി തരുന്നുണ്ട്. അത് നന്നായി. അപ്പൊ ഞങ്ങള് ഒരുപാട് കോഴ്സുകൾക്ക് ചേരും അന്നേരം. അത് ശരി. ദീപാജി വന്നിട്ടുണ്ടായിരുന്നില്ല, കാണാനില്ല, പോയോ? വീഡിയോ ഓണാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. നല്ലൊരു അനുഭവമായിരുന്നു മാം. അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഞാനത് 8 മണിക്ക് തുടങ്ങിയെന്ന് വിചാരിച്ചാണ്, ഇത്തിരി വൈകിപ്പോയി. അതുകൊണ്ട് കേറാതിരുന്നതാണ്. അപ്പോഴാണ് തുടങ്ങുന്നുള്ള മെസ്സേജ് കണ്ടത്. ശരി. നിങ്ങളൊക്കെ സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്നവര് കിട്ടിയ ചാൻസ് മുഴുവൻ എടുത്തിങ്ങനെ ഓടി വരണ്ടേ? അല്ല, പുറത്തൊന്ന് പോകേണ്ടി വന്നേ, അങ്ങനെ വൈകിപ്പോയതാണ്. താങ്ക് യു മാം. 1 മണിക്കൂർ എവിടെയും പോയിട്ട് വന്നാണ് ഞാൻ.
ഏ 1 മണിക്കൂർ എവിടെയോ പോയിട്ടാണ് ശരീരം നന്നായിട്ട് ഹീറ്റായി. ആ അപ്പൊ കൊറേയൊക്കെ കത്തി പോയിട്ടുണ്ട് അർത്ഥം അല്ലേ? ആ പറ്റത്തില്ലല്ലോ. നമുക്ക് ഈ മൊബൈൽ റീൽസ് കാണാൻ പറ്റത്തില്ലല്ലോ. ഇതൊക്കെ ഒന്ന് കേട്ട് പഠിക്കണം എന്തിനാന്നുള്ളത്. അപ്പൊ അറിയാം. ഓക്കെ ഓക്കെ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കാത്ത ആൾക്കാർ വന്നിട്ടുണ്ടായില്ലേ? അവരുടെ അഭിപ്രായം ആരൊക്കെയാ? ഒന്നും പറയുന്നില്ലല്ലോ. ആരൊക്കെ വന്നിട്ടുണ്ടല്ലോ? അല്ല, ഓർത്തോടെ അനിത മാം ഒന്നും പറഞ്ഞില്ല. പറഞ്ഞോ? പറഞ്ഞു. അല്ല, ഇപ്പം ഒരു സാറ് പറഞ്ഞത് തന്നെയാണ് എന്റെയും അനുഭവം. നല്ല ഞാൻ വിയർക്കുകയായിരുന്നു പല സമയങ്ങളിലും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എന്താ പറയുക, ഭയങ്കര ഒരു വൈകാരികമായിട്ടുള്ള കുറെ മൂവ്മെന്റ്സ് എനിക്കുണ്ടായി. വിഷ്വലൈസേഷൻ വരുന്ന സമയത്തൊക്കെ ഭയങ്കര ഇതായിരുന്നു. എന്തായാലും എനിവേ താങ്ക്സ്, വണ്ടർഫുൾ എക്സ്പീരിയൻസ്. താങ്ക് യു സോ മച്ച്. സർ, കോഴ്സിനെ കുറിച്ച് എന്താണ് സർ ഫീൽ ചെയ്ത് മൊത്തത്തിൽ പറഞ്ഞാൽ? മൊത്തത്തിൽ ഇത് ഞാൻ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരെണ്ണം ചെയ്യുന്നത്. പക്ഷെ കറക്റ്റ് ഓരോ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് അത് പലതും എനിക്ക് നല്ലോണം വിഷ്വലൈസ് ചെയ്യാൻ കഴിഞ്ഞു. ആ ഗൈഡൻസ് അത്ര പ്രോപ്പർ ആയിരുന്നു. അപ്പം ആ വിഷ്വൽസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ നല്ലോണം ശരിക്കും വിയർത്തു എന്ന് തന്നെ പറയാം. അപ്പൊ എനിക്ക് ഇങ്ങനെ വളരെ അപൂർവമായിട്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. പക്ഷെ ഇന്നത്തെ ഓവറോൾ ഒന്നല്ല, എവർ അറ്റൻഡഡ്. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. നല്ല നല്ല അനുഭവങ്ങൾക്ക് നന്ദി. എപ്പോഴും ചെയ്യാനുള്ള പ്രചോദനമാണ്. അതെ, നമ്മൾ കൊടുക്കുമ്പോ അത് അവർക്ക് മാറ്റം ഉണ്ടാവും അറിയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷല്ലേ? ഹിതാജി പറഞ്ഞില്ല? ഞാൻ എന്റെ ഊഴം അത് എല്ലാരും കർമ്മയുടെ ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഓരോ ദിവസം വെയിറ്റ് ചെയ്യും, അടുത്ത പ്രാക്ടീസ് എന്തായിരിക്കുന്നത് ആകാംക്ഷ പിന്നെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ക്ഷമാപണം ഫോർഗീവ്നെസ് ഞാൻ വേറൊരു ഇതില് അല്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ ഞാൻ ഓരോ ആൾക്കാരും പ്രത്യേകം പറഞ്ഞു, ഇപ്പൊ മറ്റേ സാറ് പറഞ്ഞ പോലെ ആ ഗൈഡൻസ് വളരെ കൃത്യമാണ്. അപ്പൊ നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് തന്നെ വിഷ്വലൈസ് ചെയ്ത് അങ്ങനെ എന്താ പറയാ, എവിടെ ഒരു തടസ്സം ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. വളരെ ക്ലിയർ ആയിട്ട്. അപ്പൊ അതൊന്ന് നല്ലോണം ഫീൽ ചെയ്തിട്ട് ചെയ്യാനും പറ്റി. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് വെച്ചാൽ അതുകൊണ്ട് നല്ല സുഖം ഞാൻ നേരത്തെ പറഞ്ഞത്, ഭയങ്കര റിലാക്സേഷൻ. ഓൾറെഡി എനിക്ക് കുറച്ചൊരു നമ്മളൊക്കെ ചെയ്തപ്പോ കുറച്ചൊരു ഇത് മാറ്റം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ വെച്ചാൽ ഓരോ ഭാഗം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ് ചെയ്യുന്നതായതുകൊണ്ട് എന്താ പറയാ, വളരെ വളരെ മനസ്സ് ഇതായി, ലൈറ്റായി. ഓക്കെ. താങ്ക് യു മാം, താങ്ക് യു. ക്ലാസിനെ കുറിച്ച് നമ്മുടെ 5 days ക്ലാസ് ക്ലാസ്സിനെ പറ്റി പറയാൻ അത് എന്താ പറയാ, അതിന് കൃത്യമായിട്ട് ഇപ്പൊ വാക്കിപ്പോ ഞാൻ കണ്ടുപിടിക്കണം. സൂപ്പർ എന്ന് പറയാൻ പറ്റില്ല, അടിപൊളി നില, അതിപ്പം മേലെ നിൽക്കുന്ന സംഭവം. കാരണം ഞാൻ അറിയാതെ വന്നു വിട്ടാണ് ഈ ഒരു ശ്രേണിയിലേക്ക്. അത് എന്താ പറയാ, ഒരു നിയമം പോലെ എനിക്കിപ്പോ അനുഭവപ്പെടുന്നു. കാരണം ഇത് നേരത്തെ ഞാൻ മാമിനോട് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ, ഇത് നമ്മൾ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു. ഇപ്പോഴാണ് അതിന്റെ സമയം വന്നത്. അതാണ് ക്ലാസ്സിന് വിളിക്കുമ്പോ എല്ലാവർക്കും മടിയാണ്. എന്തിനാ ക്ലാസ്സിന് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇതന്നെ പറയാ, അയ്യോ ഇത് നേരത്തെ അറിയായിരുന്നു, നേരത്തെ തുടങ്ങി ഞങ്ങൾ എന്നെ രക്ഷപ്പെട്ടന്. ഞാനും ഈ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോഴും ഇങ്ങനെ തന്നെയാണ് ആദ്യം ചിന്തിച്ചിരുന്നത്. അയ്യോ ഇത് നേരത്തെ അറിഞ്ഞെങ്കിൽ എന്റെ ജീവിതത്തെ എനിക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റിയിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ പറ്റും. അതെ, നമ്മൾ എപ്പോഴാണോ അതിലേക്ക് വരുന്നത് അതാണ് നമ്മുടെ ശരിയായ സമയം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഇപ്പൊ എന്റെ യഥാർത്ഥ സമയം ഇപ്പോഴാണ് ഇത് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഈ സമയത്ത് വരാൻ പറ്റി. രാധാപിള്ള അല്ല, രണ്ട് രാധയുണ്ട്, ഏതെങ്കിലും ഒരാൾ പറയൂ. നേരത്തെ പറഞ്ഞ നല്ല അനുഭവമാണ്. ഞാൻ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത്. രാധാമണി, അതെ.
ഓക്കെ പറയൂ ചേച്ചി. ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഇത് നല്ല അനുഭവമായിരുന്നു. ഓക്കെ, താങ്ക് യു. മനസ്സിന് വളരെ റിലാക്സ് തോന്നി ചെയ്തതിന് ശേഷം. ശരി. നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നതൊക്കെ അങ്ങോട്ട് കാട്ടിക്കളയല്ലേ. നമ്മൾ ഭാരമായിട്ട് കൊണ്ടു നടക്കുന്ന കുറെ സാധനങ്ങൾ അപ്പൊ പിന്നെ ഇനി വീണ്ടും എടുത്ത് വെക്കരുത് കേട്ടാ. ഓക്കെ. വീണ്ടും എടുത്ത് വെക്കുമ്പോ വീണ്ടും വീണ്ടും ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. നമ്മള് ഈ സമൂഹത്തിലല്ലേ ജീവിച്ചു പോകുന്നത്. പക്ഷെ നമുക്കിപ്പോ അറിയാം എങ്ങനെ കളയണം എന്നറിയാം. താങ്ക് യു മാഡം. ജൂബി മിണ്ടാണ്ടിരിക്കുകയാണല്ലോ ബാക്കി പോയി. മാം എന്റെ 4 വർഷമായിട്ട് തടാലിൽ സന്തോഷം എന്ന് പറയുന്ന എന്റെ ഫ്രണ്ടാണ്, ക്ലോസ് ഫ്രണ്ടാണ്. മനസ്സിലായി. താങ്ക് യു വികാസ് ജി കറക്റ്റ് ടൈമിൽ ആ മെഡിറ്റേഷന്റെ സമയത്താണെന്നുണ്ടെങ്കിൽ ഇത് റീച്ച് ഔട്ട് ചെയ്ത് എനിക്കത് കറക്റ്റ് ടൈമിന് ജോയിൻ ചെയ്യാൻ പറ്റി. ഇതൊക്കെ ഒരു നിയോഗം തന്നെയാണ്. ആൻഡ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അത് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വാക്കുകളിൽ പറഞ്ഞറിയിക്കാനാണെന്നുണ്ടെങ്കിൽ പറ്റില്ല. അപ്പൊ ദെൻ മാഡം ആണെന്നുണ്ടെങ്കിൽ ആ വൈബ്രേഷൻസ് ഒക്കെ പറഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ അത് ഒരു എന്താണ് ആ ഒരു എനർജി അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ തന്നെ ഫീൽ ചെയ്യാനും ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. താങ്ക് യു വെരി മച്ച് മാഡം. ഓക്കെ, താങ്ക് യു. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബഹ്റൈനില് അവിടെ ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട് നടന്ന ആളാണ്. ലൈഫിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയി. അങ്ങനെയാണ് സ്പിരിച്വൽ മേഖലയിലൂടെ ഒക്കെ വന്നത്. അപ്പൊ ശരിക്കും നമ്മള് ഈ ഒരു ക്ലാസിന്റെ മഹത്വം അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് കറക്റ്റ് സമയത്ത് ഇതിനു മുമ്പ് കോഴ്സ് ചെയ്ത ആളാണ്. അപ്പൊ ഈ മെഡിറ്റേഷന്റെ ആ ഒരു ശക്തി എന്താണ്, അതിന്റെ ഗുണം എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇന്ന് മാക്സിമം ഗ്രൂപ്പിൽ നമ്മുടെ മെസ്സേജ് ഇട്ടാണ് ഇത്ര ആൾക്കാർക്ക് ഇതിൽ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനും ലിങ്ക് അയച്ചു കൊടുത്തത്. അപ്പൊ എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിന് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം ഈ ഒരു ക്ലെൻസിങ് പ്രോസസ്സ് നമ്മൾ എത്ര നാൾ നടന്ന് നന്മ ചെയ്താലാണ് ഈ സാധനങ്ങളൊക്കെ കളയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. അന്നീസുതൻ. നമസ്തേ. ഞാൻ താമസിച്ചാണ് ക്ലാസ്സിൽ കയറിയത്. പക്ഷെ കയറിയത്രയും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാതിലും വളരെതായ ഒരു അനുഭവം എനിക്ക് ഉണ്ടായി. നല്ലൊരു ഫീലിങ്സ് ആയിരുന്നു ക്ലാസ്സിൽ കയറി. ഞാൻ പെട്ടെന്ന് ജസ്റ്റ് കണ്ടത് അപ്പൊ തന്നെ കയറിയത്. ക്ലാസ് നേരത്തെ അറ്റൻഡ് ചെയ്തിരുന്നു. ക്ലാസ് നേരത്തെ അറ്റൻഡ് ചെയ്യണം. അന്നേരം ഞാൻ വേറെ കുറച്ച് പ്രോഗ്രാമിനൊക്കെ കാരണം കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു. ക്ലെൻസിങ് നല്ലപോലെ നടന്ന ഒരു ഫീൽ ഉണ്ടല്ലേ? ഞാനത് കുറച്ച് എന്റെ കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അറിയാം, കുറച്ച് കർമ്മ, ഞാനൊരു ഹീലിംഗ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ അതിൻ്റെതായ കുറച്ച് കർമാസ് എന്തൊക്കെ ഉണ്ടെന്നൊരാണ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതങ്ങനെ എരിച്ചു തീർക്കാം എന്നൊരു ഇതിൽ നടക്കുമ്പോഴാണ് ഇങ്ങനെ പെട്ടെന്നൊരു ലിങ്ക് വരികയും ഞാൻ കയറുകയും ചെയ്തത്. അപ്പൊ അത് സഹായിച്ച ആൾക്ക് ഞാൻ നന്ദി പറയുന്നു. ജൂബിയൊക്കെ കുറെ വർഷങ്ങളായിട്ടുള്ള എന്റെ സന്തത സഹചാരിയല്ലേ. ഏതാണ് നമ്മുടെ കൂടെ നിന്നിട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കൂ. ഞാൻ മാറ്റങ്ങളുടെ ഒരു പട്ടിക തന്നെയുണ്ട്. ആദ്യം തുടങ്ങിയത് ഇതുമുതലാണ്. ഇതിന്റെ കർമ്മയുടെ ഒത്തിരി ക്ലാസ് കൂടി ഓരോന്നും ഇങ്ങനെ ഓരോ കർമ്മ ഭാരങ്ങൾ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ക്ലാരിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഹയർ കോഴ്സ് ഒക്കെ ചെയ്ത ആളാണ് കേട്ടോ ചേച്ചി. എല്ലാ ദിവസവും മെഡിറ്റേഷൻ വരുന്ന കൂടിയാണ്. ഈ 2 വാക്കിൽ ഒതുക്കിയില്ലേ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്. ഒത്തിരി ഉണ്ട്. പുതിയ ആൾക്കാർ കേക്കട്ടെ, അവർക്കൊരു പ്രചോദനമാകട്ടെ. പഴയ എക്സ്പീരിയൻസുകള്, മാറ്റം വന്നത്, എങ്ങനെ ഇരുന്ന് ഞാൻ ഇങ്ങനെയായി എന്ന് പറയാറില്ലേ. എന്ത് കേട്ടാലും കരഞ്ഞോണ്ടിരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു ഞാൻ. അതിൽ നിന്നൊക്കെ മാറി രാവിലെ എഴുന്നേക്കാൻ പഠിച്ചു. അത് തന്നെ വലിയ കാര്യം. 3 മണി 4 മണി എല്ലാം കാണാൻ തുടങ്ങി.
അങ്ങനെ പയ്യെ പയ്യാണ് ഓരോന്നും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഉം. പിന്നെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി. ഒന്ന് സ്റ്റേണായി. ഉം. ഉം, ഇപ്പൊ പിന്നെ ചിരിക്കാൻ എല്ലാം പഠിച്ചു. ഇപ്പൊ എന്ത് കണ്ടാലും ചിരിക്കാൻ അത് പഠിച്ചു. അത് തന്നെയല്ലേ ഏറ്റവും ഇത്. നമുക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ചിരിക്കാൻ കഴിയാന്ന് പറയുന്നത് വളരെ അതെ അപൂർവമായിട്ട് കിട്ടുന്നതാണ്. മറ്റേത് നമ്മൾ ടെൻഷനും സ്ട്രെസ് അടിച്ചിട്ട് എപ്പോഴും നമ്മൾ അസ്വസ്ഥപ്പെടുത്തോണ്ടിരിക്കും. പക്ഷെ അസ്വസ്ഥതകൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. അപ്പോഴാണ് അതൊക്കെ ജീവിതത്തിന്റെ പാർട്ടാണ്. ദുഃഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ജീവിത അതെ പാർട്ടുകളാണ്. പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. തീർന്നിട്ടൊന്നുമില്ല. അത് നമ്മളുള്ളത്രയും കാലം പ്രശ്നങ്ങളും വരും. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് പോകുന്നു. അതെ, സന്തോഷിക്കാൻ കഴിയും. അതെ. ഓക്കെ, ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു.